ഇവിടെ വഴക്കായി, പ്രശ്നമായി. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാം? വഴക്ക് കൂടി പ്രശ്നമായി കഴിഞ്ഞാൽ രണ്ടുപേരും 2 റൂമിൽ പോയി കിടന്നുറങ്ങും. രണ്ടുപേരും 2 റൂമിൽ പോയി കിടക്കും. അന്നും രണ്ടാളും 2 റൂമിൽ കിടന്നു. വാപ്പയമ്മയും 2 റൂമിലാണ് കിടന്നുറങ്ങണേ. രാവിലെയായി ഉമ്മ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഗൾഫിലുള്ള മോള് വിളിക്കുകയാണ്. മക്കളെയൊക്കെ കെട്ടിച്ച് പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മകള് വിളിച്ചിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഉപ്പ ഇവിടെ മാന്ന്. എനിക്കറിയില്ല, എണീറ്റിട്ടില്ല എന്ന് തോന്നണു. മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപ്പാനെ വിളിക്കാൻ പോവാണ്. ഉപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി പേര് വിളിച്ചു നോക്കി. 3-4 തവണ പേര് വിളിച്ചു. ഉപ്പ അറിയണില്ല, കേൾക്കാത്ത പോലെ കിടക്കുക. ഉമ്മ എന്തേത് നിവൃത്തി ഇല്ലാണ്ടൊന്ന് തോണ്ടി നോക്കി. വാപ്പ അറിയണില്ല, തോണ്ടിയിട്ടും അറിയണില്ല. അപ്പൊ ഒന്ന് അമർത്തി തട്ടി നോക്കി, തട്ടിയിട്ടും അറിയണില്ല. മെല്ലെ മറിച്ചിട്ട് നോക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് പകുതി തുറന്നു വെച്ച വായും കണ്ണുമായി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 9 മണിക്കൂറുകൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട ഭർത്താവ്. അവസാന നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും, കെലിമ ചൊല്ലിക്കൊടുക്കാൻ പോലും, എന്നോട് പൊറുക്കെന്ന് പറയാൻ പോലും, വിട്ടുവീഴ്ച ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും മരണപ്പെട്ട് പിരിയാണ് രണ്ടുപേരും. ഡിപ്രഷൻ എങ്ങനെയാ തീരുക? കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല, ഹിപ്നോതെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല, സൈക്യാട്രിക് മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല. ആ മനസ്സിനേറ്റ മുറിവിനെ തീർക്കാൻ ഒരു മനുഷ്യനും കഴിയൂല. അതുകൊണ്ട് ചിന്തിക്കുക, മരണം എന്ന് പറയുന്നത് കണ്ട നാളേക്കാൾ അടുത്തുണ്ട്. അത് എപ്പോഴാ വരിക നമുക്ക് പറയാൻ പറ്റൂല. ഒരിക്കലും പിണങ്ങി ജീവിക്കുവാൻ പാടില്ല.